അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തജ്വീദിലെ മൂന്നാമത്തെ പാഠത്തിൽ നമുക്ക് സിഫത്തുകളാണ് പഠിക്കാനുള്ളത്. ഇതിൽ 5 സിഫത്തുകൾ പറയുന്നുണ്ട്. ഇന്ന് ഞാൻ പഠിക്കുന്നത് 2 സിഫത്താണ്. ആ സിഫത്ത് നമുക്ക് ഇവിടെ നോക്കാം. പാഠത്തിൻ്റെ പേര് വായിക്കാം. അസ്വിഫാത്തു വൽ ഹുറൂഫ്. സിഫത്തുകളും ഹർഫുകളും. സിഫാത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണങ്ങൾ, ഹർഫുകൾ. ഓരോ അക്ഷരത്തിനും 5 മുതൽ 7 വരെ 5, 6, 7 സിഫത്തുകൾ ഉണ്ടാവുന്ന ഇതിന് മുമ്പ് നാം പഠിച്ചു. നമുക്ക് ഇന്ന് പഠിക്കാനുള്ള 2 സിഫത്ത് ഏതാ നോക്കാം. ഒന്നാമത്തെ ഹംസ്, രണ്ടാമത്തേത് രഹ്വ്. നമുക്ക് ഈ ഹംസ് എന്ന സിഫത്തിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെ നോക്കാം. 10 അക്ഷരങ്ങൾ ഇതിനുണ്ട്. നോക്ക്. ഫ, ഹ, സ, ഹ, ഷീൻ, ഖാ, സ്വാദ്, സീൻ, കാഫ്, ത. ഓക്കെ. ഇനി ഈ ഹംസിൻ്റെ ഉദ്ദേശം മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്ത് പോവൽ. ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ സിഫത്ത് നോക്കാം. രഹ്വ്. ഇതിന് 16 അക്ഷരങ്ങളുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഖാ, ദാൽ, ഗൈൻ, സ, ഹ, ള, ഫ, ളാദ്, ഷീൻ, വാവ്, സ്വാദ്, സായ്, യാ, സീൻ, അലിഫ്, ഹാ. ഓക്കെ. ഇവിടെയുള്ള അക്ഷരങ്ങൾ ഇവിടെയും ഉണ്ടാവും. ഇനി രഹ്വിൻ്റെ ഉദ്ദേശം മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ. ഓക്കെ. നിങ്ങൾ പഠിക്കേണ്ടത് ഈ 2 സിഫത്ത് പഠിക്കണം. ഇത് കാണാതെ പഠിക്കുക, ഇതും കാണാതെ പഠിക്കുക. ഇതിൻ്റെ അക്ഷരങ്ങൾ 10 കാണാതെ പഠിക്കുക. ഇതിൻ്റെ 16 അക്ഷരങ്ങളും കാണാതെ പഠിക്കുക. ഇതിൻ്റെ ഉദ്ദേശം ഇവിടെ നോക്കിയിട്ട് പഠിക്കുക. ഇതിൻ്റെ ഉദ്ദേശം ഇവിടെ നോക്കിയിട്ട് പഠിക്കുക. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ശ്വാസം പുറത്തു പോവും. അതിൻ്റെ കാരണം മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ. ഈ അക്ഷരങ്ങൾ പുറപ്പെടുമ്പോൾ മൃദുവായി ശബ്ദം നടക്കും. അതിൻ്റെ കാരണം മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ. ഓക്കെ. ഇനി നമുക്ക് ഈ അക്ഷരങ്ങൾ ഒന്ന് പഠിക്കാം. ഓക്കെ. എല്ലാവരും ഈ അക്ഷരങ്ങളൊന്ന് നോക്കി വെക്കണേ. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഉസ്താദ് വായിച്ചരാ. ഫ, ഹ, സ, ഹ, ഷീൻ, ഖാ, സ്വാദ്, സീൻ, കാഫ്, ത. ഓക്കെ. ഇനി ഇത് കാണാതെ പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ. ഇതിൻ്റെ ഉദ്ദേശം മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്ത് പോവൽ. രഹ്വ്. ഇതിൻ്റെ അക്ഷരങ്ങൾ ഇതാ ഇവിടെ ഉണ്ട്. ഒന്ന് വായിക്കാം. ഖാ, ദാൽ, ഗൈൻ, സ, ഹ, ള, ഫ, ളാദ്, ഷീൻ, വാവ്, സ്വാദ്, സായ്, യാ, സീൻ, അലിഫ്, ഹാ. ഉദ്ദേശം മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ. ഓക്കെ. നമുക്കിവിടെ നിന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ, ഹംസിൻ്റെ അക്ഷരങ്ങൾ ഇവിടെ ഇല്ല. ഉദ്ദേശം ഇവിടെ ഇല്ല. നമുക്കിവിടെ എന്തായിരുന്നു നിങ്ങൾക്കറിയോ? ഉസ്താദ് ഒന്നുകൂടെ കാണിച്ചേ.
നോക്കിക്കോളി. ഇതാ വേഗം നോക്കിയേക്ക്, എന്നിട്ട് എനിക്ക് കാണാതെ പറഞ്ഞു തരണം. നോക്കിയേക്ക്. നോക്കിച്ചോ, 10 നോക്കിച്ചോ. ഓക്കെ, നീ പറയും. ഇവിടെ എന്തായിരുന്നു? ഫ. ഓക്കെ, പിന്നെ ഹ, പിന്നെ സ, പിന്നെ ഹ, പിന്നെ ഷീൻ, പിന്നെ ഖാൽ, പിന്നെ സ്വാദ്, പിന്നെ സീൻ, പിന്നെ കാഫ്, പിന്നെ താ. ഓക്കെ, ഇവിടെ എന്തായിരുന്നു ഉദ്ദേശം? ഹംസിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? കിട്ടുമോ? എന്നാ വേഗം നോക്കിക്ക്. ഇതാ മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തു പോവൽ. പറഞ്ഞു തന്നെ കേട്ടോ. റെഡി? നോക്കിച്ചോ. എന്നാ പറയൂ. മഖ്റജിൽ ഊന്നൽ പറയൂ ദുർബലമായതിനാൽ പറയൂ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തു പോവൽ. ഓക്കെ, നമ്മൾ പറഞ്ഞത് ശരിയല്ലേ? നോക്കിയാണ്, ശരിയാണോ? ശരിയല്ലേ? ഓക്കെ. ഇനി രഹ്വ്, ഇതിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇതിന് എത്ര അക്ഷരം ഉണ്ടായിരുന്നു? 16 അക്ഷരം അല്ലേ? അറിയോ? അറിയില്ല. എന്നാൽ ഞാൻ ഇവിടെ നോക്കിയാണ്. വേഗം നോക്കിയേക്ക്. ഖ, ദാൽ, ഗൈൻ, ഫ, ഹ, ള, ഫ, ളാദ്, ഷീൻ, വാവ്, സ്വാദ്, സായ്, യാ, സീൻ, അലിഫ്, ഹ. ഓക്കെ, നോക്കിച്ചില്ലേ? നിങ്ങൾ പറഞ്ഞു തരുമോ? എന്നാ പറയ്. ഹോ, ഒന്നുകൂടി നോക്കണ? നോക്കിച്ചോളി. നോക്കിയേക്ക്. നോക്കിയോ? റെഡി? എന്നാ പറയും. ഹോ, പിന്നെ ദാൽ, പിന്നെ ഗൈൻ, പിന്നെ സ, പിന്നെ ഹ, പിന്നെ ലോ, പിന്നെ ഫ, പിന്നെ ലോദ്. ഈ വരി കഴിഞ്ഞു. രണ്ടാമത്തെ വരിയിൽ ഷീൻ, പിന്നെ വാവ്, പിന്നെ സ്വാദ്, പിന്നെ സായ്, പിന്നെ യാ, പിന്നെ സീൻ, പിന്നെ അലിഫ്, ലാസ്റ്റ് ഹ. ഓക്കെ, ഇനി രഹ്വിൻ്റെ ഉദ്ദേശം ഇവിടെ ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് നോക്കിക്കിട്ടോ. നോക്കിച്ചോളൂ. മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ. നോക്കിയോ? റെഡി? പറയാൻ കിട്ടൂലേ? നമുക്ക് പറഞ്ഞു നോക്കാം. പറയൂ. മഖ്റജിൽ ഊന്നൽ പറയൂ ദുർബലമായതിനാൽ. ഓക്കെ, ഇവിടെ എന്തായിരുന്നു? മൃദുവായി ശബ്ദം നടക്കൽ. ഓക്കെ,
അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം, ഈ വീഡിയോ കേട്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനെ പറഞ്ഞ് പഠിക്കണം. ഇതിവിടെ നോക്കിയിട്ട് പറയാൻ കിട്ടണം ഫുള്ളായിട്ട്. ഇതിൻ്റെ അക്ഷരങ്ങളും ഇതിൻ്റെ ഉദ്ദേശം ഈ പേജിൽ നോക്കിയിട്ട് പറയാൻ കിട്ടണം. അപ്പോഴേ പഠിച്ചു എന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള സിഫത്തുകളും പഠിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെല്ലാവരും നല്ലവണ്ണം പഠിക്കണം. ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.